Hi, welcome to physics class. Today we are going to discuss a new topic, inertia അല്ലെങ്കിൽ ജഡത്വം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ജഡത്വം എന്ന് പറയുന്നത്. അപ്പോൾ ജഡത്വം പറയുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ഒരു കാര്യം പറയാം. ഗലീലിയോയുടെ പരീക്ഷണം എന്ന് പറയും. ഈ ഒരു ചെരിഞ്ഞ ഒരു പ്രതലം, അതേ ചെരിവില് നമ്മൾ മറ്റൊരു പ്രതലം നമ്മളോട്, ഞാൻ ഇവിടെ നിന്നും ഒരു ബോള് ഇങ്ങോട്ട് ഉരുട്ടിയിട്ടു. എന്ത് സംഭവിക്കും? ബോൾ ഇവിടെ വന്ന് ഇങ്ങോട്ട് കയറും, ഇതേ ഉയരത്തിലേക്ക് എത്തും. ഞാൻ ഈ ചെരിവ് ഒന്ന് കുറച്ചു, ഇങ്ങനെ ഒരു ചെരിവാക്കി. അങ്ങനെയാണെങ്കിൽ ഈ ബോൾ ഇതേ ഉയരത്തിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇതിവിടെ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരുമല്ലോ. കാരണം നമുക്ക് ചെരിവ് കുറയുമ്പോൾ ഇതേ ഉയരത്തിലേക്ക് എത്തണമെങ്കിൽ നീളം കൂടും. വീണ്ടും ഞാൻ ചെരിവ് കുറച്ചു, ഇതേ ഉയരത്തിലേക്ക് ബോൾ എത്തണമെങ്കിൽ ഇത്രയും ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു പ്രതലത്തിന് സമാന്തരമായിട്ട് ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ബോള് ഉരുണ്ട അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമുക്കറിയാം, നമ്മളൊരു ഗ്രൗണ്ടില് ഒരു പന്ത് നമ്മൾ തട്ടി, ആ പന്ത് അനന്തമായിട്ട് ഉരുണ്ടു പോവോ? ഒരിക്കലും. ആ പന്ത് എന്ത് ചെയ്യും? കുറച്ചു നേരം ഉരുണ്ട് കഴിഞ്ഞാൽ അത് നിൽക്കും. എന്താ കാരണം? ഗ്രൗണ്ടിന്റെ ഘർഷണ ബലം കാരണം, ഫ്രിക്ഷണൽ ഫോഴ്സ്, ഘർഷണ ബലം കാരണം ആ പന്തിന്റെ ചലനം അവിടെ നിൽക്കും. അപ്പൊ ഇത് വളരെ മിനുസമുള്ള ഒരു പ്രതലമാണെങ്കിൽ ഈ പന്ത് ഇതിലൂടെ എങ്ങനെ എന്ത് ചെയ്യും? ഈ പന്ത് ഇങ്ങനെ ഇതിലൂടെ ഉരുണ്ട് പോയിക്കൊണ്ടേയിരിക്കും, അങ്ങനെ ഉരുണ്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ പന്തിന്റെ ചലനം നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പന്തിന്റെ നേരെ എതിർ ദിശയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ദിശയിൽ നമ്മളൊരു ബലം പ്രയോഗിക്കണം. അപ്പൊ ഉരുണ്ടു പോയിക്കൊണ്ടിരിക്കുന്ന പന്ത് നിൽക്കണമെങ്കിൽ, അതിന്റെ ചലനം നിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ദിശയിൽ നമ്മളൊരു ബലം പ്രയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ യഥാർത്ഥത്തിൽ പന്ത് നിൽക്കാൻ പാടില്ല, പന്ത് ഉരുണ്ടുകൊണ്ടേയിരിക്കണമെന്ന്. പക്ഷെ നമ്മളെ പരീക്ഷണങ്ങളിലെല്ലാം നമ്മൾ എങ്ങനെ നടത്തിയാലും ഈ പന്ത് നിൽക്കും. അതിന്റെ കാരണം എന്താണ്? ഘർഷണബലം. അപ്പൊ ഘർഷണബലം ഇല്ലായിരുന്നെങ്കിൽ ഈ പന്ത് തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്നു? ചലിച്ചുകൊണ്ടേയിരിക്കും, അങ്ങനെ ഉരുണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒരു ഘർഷണബലം പ്രയോഗിക്കാത്തിടത്തോളം കാലം ഈ പന്തിന്റെ ചലനം എന്ത് ചെയ്യുന്നു? തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഒരു വസ്തുവിന്റെ നേർരേഖ ചലനത്തിന് തടസ്സം വരുത്തണമെങ്കിൽ നമ്മൾ അവിടെ ഒരു ബലം പ്രയോഗിക്കണം. അപ്പൊ ഈ ബലം പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിന്റെ നേർരേഖയിലൂടെയുള്ള ചലനത്തിന് തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിന്റെ ഒരു എന്തുകൊണ്ടാണ് ഗലീലിയോ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത്? മുമ്പത്തെ ഗലീലിയോയുടെ ഈ പരീക്ഷണത്തിന് മുമ്പ് അരിസ്റ്റോട്ടിലിന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്, ഒരു വസ്തുവിന് ചലനാവസ്ഥയിൽ തുടരണമെങ്കിൽ അതിന്റെ മുകളിൽ എന്താ പ്രയോഗിക്കണമായിരുന്നു? തുടർച്ചയായിട്ട് ഒരു ബലം പ്രയോഗിക്കണമായിരുന്നു. പക്ഷേ ഗലീലിയോ പറഞ്ഞത് എന്താ? നേർരേഖയിലൂടെയുള്ള സമാന ചലനത്തിൽ തുടരണമെങ്കിൽ എന്ത് പ്രയോഗിക്കേണ്ട ആവശ്യമില്ല? ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു ബലം, അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ വസ്തു നേർരേഖയിലൂടെയുള്ള സമാന ചലനത്തിൽ എന്ത് ചെയ്യുന്നു? തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് നിൽക്കും എന്ന് പറയാനുള്ള കാരണം എന്താ? ഇവിടെ ഘർഷണ ബലം പ്രയോഗിക്കുന്നു. ഈ ഘർഷണ ബലം എന്ന് പറയുന്നത് അസന്തുലിതമായ ബാഹ്യബലമാണ്. അപ്പൊ അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ, ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വരെ എല്ലാ വസ്തുക്കളും നിശ്ചലാവസ്ഥയിലാണെങ്കിൽ നിശ്ചലാവസ്ഥയിലും, ചലനാവസ്ഥയിൽ തുടരുകയാണെങ്കിൽ അത് ചലനാവസ്ഥയിൽ തന്നെയായിരിക്കും. ഇതാണ് ഗലീലിയോയുടെ കണ്ടുപിടുത്തം. ഗലീലിയോയുടെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, ഒരു വസ്തുവിന്, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖാ സമചലനത്തിൽ, നേർരേഖയിലൂടെ ഒരേ വേഗതയിൽ ചലിക്കാൻ എന്തിന്റെ ആവശ്യമില്ല? ഒരു ബാഹ്യബലത്തിന്റെ, അസന്തുലിതമായ ബാഹ്യബലത്തിന്റെ ആവശ്യമില്ല. അതിന്റെ അർത്ഥം എന്താണ്? അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിച്ചിട്ടില്ലെങ്കിലും വസ്തു എന്ത് ചെയ്യുന്നു? നേർരേഖയിലൂടെയുള്ള ചലനത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും.
അപ്പോ അതിന്റെ ഒരു കൺക്ലൂഷൻ എന്താണ്? ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയ്ക്ക് നേർരേഖയിലൂടെയുള്ള ചലനത്തിന് മാറ്റം വരുത്താൻ ആരാവശ്യമാണ്? ഒരു അസന്തുലിതമായ ബാഹ്യബലം ആവശ്യമാണ്. അപ്പൊ നമുക്ക് ഇനി ജഡത്വത്തിലേക്ക് വരാം. ജഡത്വവും ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമവുമാണ്. അപ്പൊ ഗലീലിയോയുടെ കണ്ടുപിടുത്തമാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിലേക്ക് വന്നത്. അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഏതൊരു വസ്തുവും നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലൂടെയുള്ള സമാന ചലനത്തിലോ തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമുക്കറിയാം, ഇവിടെ ഒരു ഡസ്റ്റർ ഉണ്ട് എന്റെ കയ്യിൽ. ഞാൻ ഇതൊരു മേശപ്പുറത്ത് വെച്ചു. എത്ര കാലം അത് ആ മേശപ്പുറത്ത് നിൽക്കും? അവിടെ ആരെങ്കിലും എടുത്തു കൊണ്ടുപോകുന്നത് വരെ നിൽക്കും. അതിന്റെ അർത്ഥം എന്താണ്? ഒരു അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ആ ഡസ്റ്റർ അവിടെ തന്നെ നിൽക്കും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോളിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ ഘർഷണബലം ഇല്ലെങ്കിൽ ഇത് ഉരുണ്ടുകൊണ്ടേയിരിക്കും. അപ്പൊ അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഇത് നേർരേഖാ ചലനത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു ബോൾ ഒരു ഗ്രൗണ്ടിലൂടെ ഉരുണ്ടു വരെ നല്ല മിനുസമുള്ള പ്രതലം, ഘർഷണബലം തീരെ ഇല്ല എന്ന് വിചാരിക്കാം. ആ ബോൾ അങ്ങനെ ഉരുണ്ടുകൊണ്ടേയിരിക്കും. ഏതുവരെ? ഒരു ബലം പ്രയോഗിക്കുന്നത് വരെ. ആരെങ്കിലും കാൽ കൊണ്ടൊന്ന് തട്ടി അതിന്റെ ദിശ മാറ്റുന്നത് വരെ, അല്ലെങ്കിൽ അതിനെ തടുത്തു നിർത്തുന്നത് വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കും ചലനാവസ്ഥയിൽ. അപ്പോ everybody continues in the state of rest or state of uniform motion until they are influenced by an external unbalanced force. അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഏതൊരു വസ്തുവും നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലൂടെയുള്ള സമാന ചലനത്തിലോ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് ഒരു വീഡിയോ കാണാം. എന്താണ് ഈ വീഡിയോയിൽ പറയുന്നത്? നിശ്ചലാവസ്ഥയും ചലനാവസ്ഥയും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അപ്പൊ നമുക്ക് ജഡത്വത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ക്ലിയർ ആയില്ല? Newton's first law of motion. In our everyday life, we observe that effort is required to put a stationary object into motion or to stop a moving object. Have you ever wondered if a ball kicked on the ground would keep moving forever, or after some time would naturally stop moving? The ball will continue to move unless an object of force stops it. Here comes Newton's first law, which states a body continues to be in its state of rest or of uniform motion unless acted upon by an unbalanced external force. To understand Newton's first law, you need to understand what unbalanced force is. If you have seen a game of tug of war, you would have seen two teams pulling a rope in opposite directions. If the rope doesn't move, the forces applied by the teams are balanced forces as they are of equal magnitude in opposite direction. If one of the team applies greater force, it pulls the other team and the rope towards their side. In this case, the forces are unbalanced as the two forces are of unequal magnitudes in the opposite directions. If one of the team lets go of the rope, the opposite team falls backwards. This tendency to fall backwards despite letting go of the rope is due to inertia. That is, if an object is at rest, it tends to remain at rest, and if it is in motion, it tends to stay in motion. This property of an object is called its inertia. Inertia can be classified into three categories: inertia of rest, inertia of direction, inertia of motion. Certain experiences that we have while traveling in a bus can be explained on the basis of the law of inertia. When a passenger is standing in a stationary bus that suddenly moves, the movement pushes the passenger backward. Why does this happen? This is due to the inertia of rest experienced by the passenger in the upper part of his body. The body is at rest when the bus is at rest. When the bus starts, all of a sudden, the lower part of the body is in contact with the vehicle that started moving, whereas the upper part of the body continues to be at rest because of the inertia of rest. Inertia of rest is the tendency of a body to resist any change in its state of rest.
What happens when a fast-moving bus negotiates a right-hand curve on the road? The passengers will tilt to the left. Inertia of direction is the tendency of a body to oppose any change in the direction of its motion. With the application of sharp brakes, the bus stops all of a sudden and the passengers tend to fall forward. This is due to inertia of motion experienced by the upper part of the body. When the bus is moving, the whole body of the passenger is in a state of motion. A sudden halt caused by the lower part of the passenger's body that is in contact with the bus comes to rest. However, the upper portion of the body remains in the state of motion due to the inertia of motion causing the passenger to fall forward when the bus stops suddenly. Inertia of motion is the tendency of a body to resist a change in its state of uniform motion. Thus, Newton's first law is also called the law of inertia. Well, now this law should make sense. Do you understand why a ball on the ground after being kicked does not keep moving forever? The ball stops after some time due to the unbalanced external force applied by the ground in the opposite direction. Things to remember. Newton's first law of motion states that a body continues to be in its state of rest or of uniform motion unless acted upon by an unbalanced external force. Two unequal, oppositely exerted forces are called unbalanced forces. Newton's first law is also known as the law of inertia. The tendency of an object to continue its state of rest or of uniform motion in a straight line is called inertia. The three types of inertia are inertia of rest, inertia of motion, and inertia of direction. നമ്മൾ കണ്ട വീഡിയോയിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? ഒരു വസ്തുവിന് എപ്പോഴും അത് ഏത് അവസ്ഥയിലാണോ തുടരുന്നത്, ഏത് അവസ്ഥയിലാണോ നിലനിൽക്കുന്നത്, ആ അവസ്ഥയിൽ തന്നെ തുടരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ചലിച്ചുകൊണ്ടേയിരിക്കാനുള്ള ഒരു ശ്രമമാണ്. നിശ്ചലാവസ്ഥയിലാണെങ്കിൽ അത് നിശ്ചലാവസ്ഥയിൽ തന്നെ ഇരിക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് മാറ്റം വരുത്താൻ ആ വസ്തുവിന് സ്വയം കഴിയുന്നില്ല. ബസ്സിൽ നിൽക്കുന്ന ഒരാള് ബസ് പെട്ടെന്ന് മുന്നോട്ടെടുത്തപ്പോ അയാള് ബാക്കിലേക്ക് മറിയുന്നു. നമ്മൾ വീഡിയോ കണ്ടു. എന്താ അതിന്റെ കാരണം? അയാളെ ബോഡി നിശ്ചലാവസ്ഥയിൽ നിൽക്കാൻ എപ്പോഴും എന്തിനാണ് ശ്രമിക്കുന്നത്? നിശ്ചലാവസ്ഥയിൽ തന്നെ നിലനിൽക്കാനാണ് ശ്രമിക്കുന്നത്. ബസ് പെട്ടെന്ന് മുന്നോട്ടെടുത്തപ്പോ ബസിന്റെ ഭാഗങ്ങളിൽ ടച്ച് ചെയ്തിരിക്കുന്ന അയാൾ അടിഭാഗം മുന്നോട്ട് പോവുകയും അപ്പർ ബോഡി മുകൾ ഭാഗം നിശ്ചലാവസ്ഥയിൽ തന്നെ നിലനിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും അടിഭാഗം മുന്നോട്ട് പോവുകയും അയാള് അവിടെ നിൽക്കുകയും ചെയ്യുമ്പോൾ ബാക്കിലേക്ക് മറിയുന്നു. ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾ വീഡിയോയിൽ കണ്ടു, അയാൾ മുന്നോട്ട് വീഴാൻ പോകും. അതിന്റെ കാരണം എന്താ? ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാളെ ശരീരം മുഴുവൻ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ബസ് ചലിക്കുമ്പോ അയാൾ ചലിച്ചുകൊണ്ടിരിക്കുക. ബസ് പെട്ടെന്ന് നിന്ന് കഴിഞ്ഞാൽ അയാളെ ലോവർ ബോഡി, അതായത് കാൽഭാഗം ബസ്സിൽ ടച്ച് ചെയ്തിട്ടുണ്ട്, അവിടെ നിൽക്കും. പക്ഷെ അപ്പർ ബോഡി മുകൾ ഭാഗം, ഈ ഭാഗം എന്തിനുള്ള ടെൻഡൻസിയാണ്? ശ്രമമാണ്, മുന്നോട്ട് തന്നെ പോകാനുള്ള ശ്രമമാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? അടിഭാഗം നിൽക്കുകയും മുകൾ ഭാഗം മൂവ് ചെയ്യുകയും ചലിക്കുകയും ചെയ്യുമ്പോൾ അയാൾ മുന്നോട്ട് വീഴാനുള്ള ടെൻഡൻസി കാണിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വസ്തുവിന് സ്വയം മാറാൻ കഴിയാതിരിക്കുക, സ്വയം അതിന്റെ നിശ്ചലാവസ്ഥക്കോ ചലനാവസ്ഥക്കോ മാറ്റം വരുത്താൻ കഴിയാതിരിക്കുക, ഈ കഴിവില്ലായ്മയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജഡത്വം എന്ന് പറയുന്നത്. ഇനേർഷ്യ. അപ്പൊ ജഡത്വം എന്ന് പറഞ്ഞാൽ എന്താ? It is the inability of a body to change its state of rest or state of uniform motion. ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥക്കോ നേർരേഖയിലൂടെയുള്ള സമാന ചലനത്തിനോ സ്വയം മാറ്റം വരുത്താൻ കഴിയാതിരിക്കുക, ഈ കഴിവില്ലായ്മയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇനേർഷ്യ അല്ലെങ്കിൽ ജഡത്വം എന്ന് പറയുന്നത്. ജഡത്വം മൂന്ന് വിധമുണ്ടെന്ന് പറഞ്ഞു. നിശ്ചല ജഡത്വം. നിശ്ചല ജഡത്വം എന്ന് പറഞ്ഞാൽ എന്താ? നിശ്ചലാവസ്ഥക്ക് സ്വയം മാറ്റം വരുത്താൻ കഴിയാതിരിക്കുക. എന്താണ് ചലന ജഡത്വം? ചലിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ചലനാവസ്ഥക്ക് സ്വയം മാറ്റം
മാറ്റം വരുത്താൻ കഴിയാതിരിക്കുക. മൂന്നാമത്തത് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ, ദിശയിലുള്ള ജഡത്വം, അതായത് ദിശ മാറാൻ കഴിയാതിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത് വളവുകളിൽ വേഗതയിൽ ഓടുമ്പോൾ നമുക്ക് വളവ് തിരിക്കാൻ കഴിയാതെ വരുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ ജഡത്വമാണ്. അപ്പൊ നമ്മൾ നേരെ പോകാനാണ് ശ്രമിക്കുക. അപ്പൊ നമ്മൾ പെട്ടെന്ന് വളയുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ വാഹനമാണെങ്കിൽ വാഹനം തെന്നി നീങ്ങുന്നു റോഡിന്റെ. അപ്പൊ ഇത് ജഡത്വമാണ്, ദിശ മാറാൻ കഴിയാതിരിക്കുക, സ്വയം ദിശ മാറാൻ കഴിയാതിരിക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജഡത്വം എന്ന് പറയുന്നത്. നമ്മൾ ആ വീഡിയോയിൽ കണ്ടു ഒരു നൂലിന്റെ അറ്റത്ത് കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ കറക്കുന്നത്. നൂല് പൊട്ടിക്കഴിഞ്ഞാൽ കല്ല് പിന്നെ കറങ്ങുമോ? ഇല്ല, കല്ല് നേരെ തെറിച്ചു പോകും. അതെന്താണ്? ദിശ മാറാൻ കഴിയാതിരിക്കുന്നു. അതാണ് ദിശയിലുള്ള ജഡത്വം, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം. നമ്മളൊരു പേപ്പറിന്റെ മുകളിൽ ഒരു കുപ്പി വെച്ചു. പേപ്പർ ശക്തിയായിട്ട് വലിച്ചാൽ കുപ്പി അവിടെ നിൽക്കും, പേപ്പർ അങ്ങ് പോരും. എന്താ കാരണം? ആ കുപ്പിയുടെ നിശ്ചല ജഡത്വം ആ കുപ്പി എന്ത് ചെയ്യുന്നില്ല, നിശ്ചലാവസ്ഥക്ക് മാറ്റം വരുത്താൻ കഴിയും. സാവധാനം വലിച്ചാൽ എന്ത് ചെയ്യുന്നു? കുപ്പി മറിയും. നേരെ പക്ഷെ പെട്ടെന്ന് വലിച്ചാൽ അതവിടെ നിൽക്കും. ക്യാരംസ് കളിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ കോയിൻ ഇങ്ങനെ അട്ടി വെച്ചിട്ട് അടിയിൽ അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അടിയിലെ കോയിനെ പോയിട്ട് അതുള്ളത് അവിടെ നിൽക്കും. അത് നിശ്ചല ജഡത്വമാണ്. മാവിന്റെ കൊമ്പ് കുലുക്കുമ്പോൾ മാങ്ങ താഴെ വീഴുന്നു. എന്താ കാരണം? നമ്മൾ മാവിന്റെ കൊമ്പ് കുലുക്കുമ്പോൾ മാങ്ങ എപ്പോഴും എന്തിനുള്ള ടെൻഡൻസി, എന്തിനുള്ള ശ്രമമാണ്? അവിടെ തന്നെ നിൽക്കാൻ. കൊമ്പ് നീങ്ങും, അപ്പൊ ഞെട്ടറ്റ് താഴെ വീഴുന്നു. അപ്പൊ ഇതൊക്കെയാണ് നിശ്ചല ജഡം. ഇനി ചലന ജഡത്തിന് എന്തൊക്കെ ഉദാഹരണം പറയാം? ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അത്ലറ്റ്, അയാള് ഫിനിഷിംഗ് ലൈനിൽ എത്തിക്കഴിഞ്ഞാൽ ഒറ്റയടിക്കൊന്നിരിക്കോ? ഇല്ല, അയാൾ കുറച്ചും കൂടി മുന്നോട്ട് പോകും. എന്താ കാരണം? അയാളെ ചലന ജഡത്വമാണ്. കാരണം അയാൾക്ക് സാവധാനത്തിലെ നിശ്ചലാവസ്ഥയിലേക്ക് വരാൻ കഴിയും. അയാൾക്ക് സ്വയം നിൽക്കാൻ കഴിയില്ല, അപ്പൊ സാവധാനത്തിൽ വരും. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ യാത്രക്കാരെല്ലാം മുന്നോട്ട് വീഴുന്നു. അത് ചലന ജഡത്വമാണ്. എന്തിനാണ് കാറിനൊക്കെ സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്ന് പറയുന്നത്? കാരണം കാർ എവിടെയെങ്കിലും പോയി ഇടിച്ചാൽ നമ്മൾ തെറിച്ചു. കാരണം നമ്മളെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുക അല്ലെ? കാറിൽ നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കാർ പെട്ടെന്ന് ഇടിച്ചു, നമ്മളെ ബോഡി നിശ്ചലാവസ്ഥയിൽ വരുമോ? ഇല്ല, ജഡത്വം കാരണം നമ്മൾ വീണ്ടും മുന്നോട്ട് പോകും. അപ്പൊ നമ്മുടെ തല പോയിട്ട് ഗ്ലാസിലോ സ്റ്റിയറിംഗിലോ അല്ലെങ്കിൽ ഡാഷ് ബോർഡിലോ ഇരിക്കും, നമുക്ക് മരണം വരെ സംഭവിക്കാം. അതുകൊണ്ടാണ് സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്ന് പറയുന്നത്, ചലന ജഡത്വം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ടോപ്പിക് മാസും ജഡത്വവും. മാസും ജഡത്വവും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ട്? മാസ് കൂടുമ്പോൾ ജഡത്വം കൂടും. മാസ് ഈസ് ദ മെഷർ ഓഫ് ഇനേർഷ്യ. ഒരു വസ്തുവിന്റെ ജഡത്വം അളക്കുന്നത് അതിന്റെ മാസ് കൂടുതലാണ്, മാസ് ഉപയോഗിച്ചിട്ടാണ്. മാസ് കൂടുന്ന വസ്തുവിനെ എന്ത് കൂടും? ജഡത്വം കൂടും. മാസ് കൂടുമ്പോ ജഡത്വം കൂടും. മാസ് കൂടുതലുള്ള വസ്തുവിനെ അതിന്റെ നിശ്ചലാവസ്ഥക്കോ ചലനാവസ്ഥക്കോ പെട്ടെന്ന് മാറ്റം വരുത്താൻ കഴിയും. ഓക്കെ, ക്ലിയർ? അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പിറകിലൊരു ആന ഓടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നേരെ പോകുന്നതിന് പകരം വളഞ്ഞു പോയാൽ. കാരണം ആനക്ക് വലിയ ശരീരമാണ്. പെട്ടെന്ന് അതിന്റെ ഇനേർഷ്യ കാരണം അതിന് പെട്ടെന്ന് തിരിയാൻ കഴിയില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഓടി മാറാൻ പറ്റും. നേരെ ഓടി കഴിഞ്ഞാൽ അത് ഓടി വരും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് വളയും. അപ്പൊ പെട്ടെന്ന് അതിന്റെ ദിശ മാറ്റാൻ കഴിയും. അപ്പൊ മാസ് കൂടുതലുള്ള, തടി കൂടുതലുള്ള ആളുകൾക്കുള്ള പ്രശ്നമാണ്. പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓടി തെന്നി വീഴാൻ പോകും. അപ്പൊ ജഡത്വം കൂടുതലാണ്, തടി കൂടും. അപ്പൊ മാസ് കൂടുതലുള്ള വസ്തുക്കൾക്ക് എന്ത് കൂടുതലാണ്? ജഡത്വം കൂടുതലാണ്. അപ്പൊ മാസ് കൂടുതലുള്ള വസ്തുക്കളെ നമ്മൾ ചലിപ്പിക്കാൻ കൂടുതൽ ബലം പ്രയോഗിക്കണം. അതിന്റെ കാരണം എന്താ? ഇപ്പൊ വലിയ ഒരു മേശ നമ്മൾ വലിച്ചു നീക്കണം, നമുക്ക് കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതിന് ജഡത്വം കൂടുതലാണ്, ഇനേർഷ്യ കൂടുതലാണ്. അപ്പൊ മാസും ഇനേർഷ്യയും, മാസും ജഡത്വവും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ട്. മാസ് കൂടുമ്പോൾ എന്ത് കൂടുന്നു? ജഡത്വം കൂടുന്നു. Okay, let us stop here. If you have any doubt, you can contact me. Thank you for watching. See you in the next one.